നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഒരാൾ ദോഷം പ്രവർത്തിച്ചു, നിങ്ങൾക്കെതിരെ ഒരാൾ ദുഷ്ടത പ്രവർത്തിച്ചു, അതെല്ലാം നിങ്ങൾ മറക്കണം. നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറക്കണം. ഇരുപതാം സങ്കീർത്തനം 4-ാം വചനം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നൽകട്ടെ, നിവർത്തിക്കട്ടെ. ആഗ്രഹം നൽകട്ടെ, താല്പര്യം നിവർത്തിക്കട്ടെ. നിറവേറാത്ത 100 ആഗ്രഹങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ചിലര് പറയും ആഗ്രഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി, കൊതിച്ചു പോയി, തരുമെന്ന് വിചാരിച്ചു പോയി, പക്ഷെ ലഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വചനം ദൂത് പറയുക, യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചോ, നീ ആഗ്രഹിച്ചത് നിനക്ക് ലഭിക്കുവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിന്റെ പല ആഗ്രഹങ്ങളും ഈ നാളുകളിൽ നടത്തിത്തരുവാൻ കർത്താവ് വഴിയൊരുക്കുന്നു എന്നാണ് ഇന്നത്തെ സന്ദേശം. മനസ്സ് തുറന്ന് പറഞ്ഞ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് നല്ല ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടോ? ചിലർക്ക് മറ്റുള്ളവർ തകർച്ച കാണുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നെ എതിർത്തവർ തോക്കണമെന്ന് അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. ചിലര് തകർന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിക്കും. നിന്റെ ശത്രു പോലും തകർന്ന് കാണാൻ ആഗ്രഹിക്കരുത്. നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഒരാൾ ദോഷം പ്രവർത്തിച്ചു, നിങ്ങൾക്കെതിരെ ഒരാൾ ദുഷ്ടത പ്രവർത്തിച്ചു, അതെല്ലാം നിങ്ങൾ മറക്കണം. നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറക്കണം. നല്ല ആഗ്രഹം. ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കാം, നിന്റെ ആഗ്രഹമൊക്കെ ദൈവം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹമൊക്കെയും ദൈവം നിനക്ക് നൽകട്ടെ. നിനക്ക് എന്തെല്ലാം കാര്യത്തിൽ താല്പര്യമുണ്ടോ അതെല്ലാം ദൈവം നിവർത്തിച്ചു തരട്ടെ. മനസ്സുകൊണ്ട് പറയാം, കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യർ ചിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനോട് നമ്മൾ പറയണം. നീ ആഗ്രഹിച്ചതുപോലെ ചില കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ, നിന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കാൻ പോവാ, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നടക്കാൻ പോവാ. ഹല്ലേലൂയ. നീ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അക്കമിട്ട് നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവാ. യേശുവിനോട് പറ, കർത്താവേ, ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ സാധിപ്പിച്ചു തരണമേ. ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ. ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 സന്ദേശങ്ങള്. അവൻ ആഗ്രഹം നിനക്ക് നൽകട്ടെ, താല്പര്യം നിവർത്തിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, ഞങ്ങളുടെ താല്പര്യം നിവർത്തിക്കുന്ന ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായി നിന്റെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കും. ഗോഡ് ബ്ലസ് യു.